ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാം പോകുന്നത് യമുനാഘട്ടിലേക്കാണ്. അപ്പോൾ യമുനാഘട്ടിൻ്റെ വിശേഷങ്ങളുമായി കർക്കർദുമയിൽ നിന്നാണ് ഞാൻ പുറപ്പെടുന്നത്. ഊബർ വിളിച്ചാണ് പോകുന്നത്. ഇവിടുന്ന് ഏകദേശം 10 കിലോമീറ്ററാണ് യമുനാഘട്ടിലേക്കുള്ളത്. അങ്ങനെ യമുനാഘട്ടിലെത്തി. അധികം ആരെയും കാണുന്നില്ല, നല്ല തണുപ്പാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് യമുനാഘട്ടിലാണ്. യമുനാഘട്ട് എന്ന് പറയുന്നത് ഒരു ചെറിയ ഗ്രാമമാണ്. വലിയ വികസനമൊന്നും എത്താത്ത ഒരു ഗ്രാമം. ഡൽഹിയിലെ കാശ്മീരി ഗേറ്റിന് അടുത്തുള്ള സ്ഥലമാണ് യമുനാഘട്ട്. അധികം സഞ്ചാരികൾ എത്താത്ത ഒരു ഗ്രാമം. പക്ഷേ ഇവിടെ വിരുന്നു വരുന്ന ദേശാടന പക്ഷികളാണ് ഇവിടുത്തെ പ്രധാന പ്രത്യേകത. സീഗിൾസ് എന്ന ദേശാടന പക്ഷികളാണ് സഞ്ചാരികൾക്കിടയിൽ ഇവിടം പ്രശസ്തമാക്കിയത്. മനം കവരുന്ന കാഴ്ചകളാണ് ഇവിടെ എത്തുന്നവർക്ക് കിട്ടുന്നത്. നവംബർ മാസം മുതൽ ഫെബ്രുവരി വരെയുള്ള സമയം പ്രഭാതത്തിലെത്തുന്ന എല്ലാവർക്കും ഈ കാഴ്ച വളരെയധികം ആനന്ദകരമാക്കുന്ന കാഴ്ചയാണ്. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ യമുന നദിയിലാണ്. ദേശാടന പക്ഷികളുണ്ട്. ഇതിൽപരം ഒരു പ്രഭാതം ഇനി വരാനുണ്ടോയെന്നറിയില്ല. അത്രത്തോളം ഭംഗിയായിരുന്നു ഈ പ്രഭാതത്തിൽ. ഈ കിളികളോടുകൂടെ, അതും നല്ല തണുപ്പുള്ള ഒരു പ്രഭാതം എന്ന് പറയാലോ. ഒത്തിരി നല്ല നിമിഷങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കാഴ്ചകൾ കാണാൻ നവംബർ മാസം മുതൽ ഫെബ്രുവരി വരെയുള്ള കാലത്ത് രാവിലെ വന്നാൽ നിങ്ങൾക്കും ആസ്വദിക്കാം. നാം ചെല്ലുമ്പോൾ തന്നെ നമ്മെ കാത്ത് ചെറുവള്ളങ്ങളിൽ തുഴച്ചിലുകാരുണ്ടാകും. കേവലം 50 രൂപ കൊടുത്താൽ നമുക്ക് യമുനാഘട്ടിൽ മൊത്തം കറങ്ങാവുന്നതാണ്. ഞാൻ കയറിയ ബോട്ടിൽ 3 പേരും കൂടെ ഉണ്ടായിരുന്നു. ശിവം, അമൻ, നാരായൺ. എല്ലാവരും ഉത്തർപ്രദേശിൽ നിന്ന് വരുന്നു. പിന്നെ പറയാതിരിക്കാൻ വയ്യ, ബോട്ട് തുഴയുന്ന അമർനാഥ് നന്നായി ഞങ്ങളെ യമുനയിൽ ചുറ്റിച്ചു. യമുനയുടെ നല്ല നിമിഷങ്ങൾ. ബോട്ടിൽ ഒരുപാട് നേരം കറങ്ങി. യമുനയെക്കുറിച്ച് പറയാതെ വയ്യ. ഗംഗയുടെ പോഷക നദി കൂടെയാണ് യമുന. പക്ഷേ മനുഷ്യനാൽ തന്നെ മലിനമായി കിടക്കുന്ന യമുന. കറുത്ത നിറമാണ് ഇപ്പോൾ യമുനയുടെ അവസ്ഥ. ഇതെല്ലാം കണ്ടതിന് ശേഷം സീഗിൾസ് പക്ഷികൾക്ക് ഭക്ഷണം കൊടുത്തു. ബോട്ടിൽ നന്നായി തന്നെ ആസ്വദിച്ചിട്ടാണ് ഞങ്ങൾ 4 പേരും അമർനാഥിനോടും യമുനാഘട്ടിനോടും വിട പറഞ്ഞത്. ഈയൊരു സമയം നല്ല തണുപ്പാണ്, നല്ല കുളിരുള്ള തണുപ്പ്. എൻജോയ് ചെയ്യാൻ പറ്റിയ സമയമാണ്. പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് വരിക, കാണുക, എൻജോയ് ചെയ്യുക. ഓ അമർനാഥ് ഭയ്യ, ഓ ബോട്ടിംഗ് ഡ്രൈവർ, ഡ്രൈവറെ ഞാൻ നമ്പർ ടാഗ് ചെയ്യുന്നുണ്ട്. എല്ലാവരും വന്ന് വരികയാണെങ്കിൽ ഒന്ന് വിളിക്കാം. നമ്മൾ യമുനാഘട്ടിൽ കറങ്ങി ഇനി നേരെ തിരിച്ച് പോവാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ബൈ.